കറുപ്പിലും വെളുപ്പിലുമൊക്കെ എന്തിരിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് തന്നെ വെച്ചേക്കുക. ഒരാളെ സ്നേഹിക്കാനും ആളിനെ സഹായിക്കാനും ഒക്കെയുള്ള നല്ല സന്മനസ്സോടുകൂടി തന്നെ ഇരിക്കുക. ഞാൻ ഈ കറുപ്പിലും വെളുപ്പിലും പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ എൻ്റെ ഒരു ലൈവിൽ ഒരാൾ വന്നിട്ട് എന്നെ ബോഡി ഷേമിങ് ചെയ്തു, ഞാൻ ബ്ലാക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട്. അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ എന്തോ അത് കേട്ടപ്പോൾ മറ്റ് ആൾക്കാർക്ക് അതൊരു വിഷമമാവത്തില്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും കറുപ്പിലും വെളുപ്പിലും ഒന്നും നോക്കേണ്ട കാര്യമില്ല. നല്ല മനസ്സുള്ളവരായിരിക്കും എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്ത് സ്നേഹിക്കാൻ ശ്രമിക്കുക. അപ്പോൾ രേഷ്മയാണ് കേട്ടോ. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഇച്ചിരി ലോങ് ആണ്. എല്ലാവരും വലിയ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇച്ചിരി ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറുമാണ്. അപ്പോൾ പുട്ട് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, അത് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിടും. പിന്നെ രാവിലെ ആകുമ്പോൾ നല്ല രീതിയിൽ കഴുകി ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം അത് ഒരു കണ്ണോപ്പ പാത്രത്തിനകത്ത് ഇങ്ങനെ മാറ്റി വെച്ചേക്കും, വെള്ളമെല്ലാം വാർന്നു പോകാൻ. എന്നിട്ട് ആ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ, ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുമ്പോൾ നല്ല കുതിർന്ന് വരുന്ന നല്ല ഇരട്ടിയാവുന്ന സൈസുള്ള പുട്ട്, നല്ല തരി പോണക്കുള്ള ആ തരത്തിലുള്ള പുട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാർത്തമോന് ഇപ്പം സമയം 8:45 ആയിട്ടുണ്ട്. ആൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നതേ ഉള്ളൂ. പിന്നെ സ്കൂളിലൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ട് അധികം അങ്ങനെ ഞാൻ വിളിക്കാറില്ല. പിന്നെ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ. ടി വി വെച്ചിട്ടാണ്ട് ഒരാൾ ഉറങ്ങാനായിട്ട് കയറി കിടന്ന്. ഇന്ന് രാവിലെ വണ്ടിയെ പോകാനായിട്ട് ചെന്നപ്പം അവർക്ക് ജോലി ഇല്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഇങ്ങ് പോരുന്നത്. വീഡിയോ പിടിക്കുന്നത് കൊണ്ടാണ് മുഖം പൊത്തി പിടിച്ചേക്കുന്നത് ആൾ കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ അടുക്കള ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ തുണി കഴുകാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് പാർത്തമ്മൻ്റെ ഒരു വെള്ള ഷർട്ടായതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം മുക്കി വെച്ചേക്കാം കേട്ടോ. അതിനകത്ത് വേറെ തുണിയുടെയൊക്കെ കൂടെ മുക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നിറങ്ങളൊക്കെ അതിനകത്ത് പിടിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സെപ്പറേറ്റായിട്ട് മുക്കി വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് തന്നെ അങ്ങ് കഴുകിയിടാം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എന്നിട്ട് കഴുകാമെന്ന് കരുതി. ഞാനപ്പോൾ നോക്കിയപ്പോൾ എന്താണ്ട് ഇവിടെ ഒരാളിരുന്ന് സൂം ചെയ്യുക, ഞാൻ എന്ത് ചെയ്യുകയാണെന്ന്, ഞാൻ എങ്ങോട്ട് പോവുക, ഞാൻ എന്ത് ചെയ്യാമെന്നത് നോക്കുന്നുണ്ട്. ഇവളുടെ പണി ഇതാ. ഞാൻ ബാക്കി വശത്തേക്കിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൾ ഞങ്ങളുടെ റൂമിൻ്റെ ജനലേക്കൂടെ ഇത് തന്നെ പരിപാടി, ഞാൻ എന്ത് ചെയ്യുക എന്നുള്ള നോട്ടമാണ്. അപ്പം ഇന്ന് പിന്നെ പുള്ളിക്കാരിനെ ഞാൻ ഇന്നൊന്ന് കുളിപ്പിച്ചു കേട്ടോ. അപ്പം ഭയങ്കര ചൂടും ഒക്കെ അല്ലേ, അവറ്റകളുടെയും ദേഹം നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് കുളിപ്പിച്ചായിരുന്നു. പാവം കഷ്ടം. പക്ഷെ കുളിപ്പിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. കാരണം പാർത്തമ്മോൻ ഇവിടെ ഇല്ലായിരുന്നു. അവനുണ്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ട് വീഡിയോ പിടിപ്പിക്കാമായിരുന്നു. അവൾ കുഴപ്പമില്ല, അവളെ ഞാൻ എപ്പോഴും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് വെള്ളം വീണാലും വലിയ ചാട്ടോ ഓട്ടമൊന്നും ഇല്ലാതെ അടങ്ങി അങ്ങ് നിന്നോളും. പിന്നെ എന്തായാലും പറഞ്ഞിരിക്കാതെ നമ്മുടെ തുണി കഴുകൊക്കെ കഴിഞ്ഞു. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. 2-3 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് വൈകിട്ട് മഴ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലും അതേപോലെ നല്ല ചൂടുമാണ്. നമുക്ക് രാത്രി പോലും ഇപ്പോൾ രാവിലെയും വൈകിട്ടും നമ്മൾ കുളിക്കുന്നവരാണെങ്കിലും കിടക്കുന്നതിന് മുമ്പ് ഒരു നേരം കൂടി കുളിക്കാതെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അമ്മാതിരി ചൂട്. നമുക്കാണെങ്കിൽ ഭയങ്കര വേവും വിയർപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് കുളിക്കാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിപ്പം കുറച്ച് തുണികളൊക്കെ കഴുകി അങ്ങനെ നിവർത്തിയിടുന്ന ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഇപ്പോഴത്തെ അന്തേവാസികളാണ് ഇവർ. പുറത്തിറങ്ങാൻ തുടങ്ങി ഇവർ. ഇതുമാതിരി കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന പിള്ളേരാട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് പൊങ്ങിച്ചാടുക. അപ്പോൾ ഈ കട്ടിലിൻ്റെ കീഴിലൊക്കെ ആയതുകൊണ്ട് അവരെ എനിക്ക് കിട്ടിയില്ല. ഇദ്ദേഹം മാത്രം ഇവിടെ വന്ന് കിടന്ന് പുഴു ഞുളയുന്ന കണ്ടപ്പം എനിക്ക് തോന്നി അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നല്ല നല്ല കുഞ്ഞുങ്ങളായിട്ടാണ്, നല്ല രസമുണ്ട് കാണാൻ എത്തകളല്ല. പിന്നെ എനിക്ക് കുറച്ച് തോരൻ വെക്കാനുണ്ടായിരുന്നു. നമ്മുടെ വാഴയ്ക്കായിരുന്നു, അത് തോരൻ വെക്കണമായിരുന്നു. ഇത് നമ്മളിവിടെ കൊല്ലംകാർ തോരൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ്. എല്ലായിടവും വെക്കുന്ന രീതിയിലായിരിക്കും. ഓരോരോ ജില്ലകളിൽ ഓരോരോ രീതിയിലായിരിക്കുമല്ലോ ഓരോ കറികളും വെക്കുന്നത്. അപ്പം നമ്മുടെ രീതിയിൽ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ തോരൻ അരിയുന്നതിൻ്റെ കൂട്ടത്തിൽ പഴുത്ത കായ എനിക്ക് കിട്ടിയായിരുന്നു. അതാണ് ഞാൻ ഈ പിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കിതിന് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങ എന്തായാലും ഭാഗ്യത്തിന് ഒറ്റ വെട്ടിന് തന്നെ 2 കഷ്ണമായിട്ടുണ്ട് കേട്ടോ. എന്തോ എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാനിത് 3-4 വെട്ട് വെട്ടിയെങ്കിലേ ഇത് മുറിയത്തുള്ളൂ. അങ്ങനെ പിന്നെ തേങ്ങാ വെള്ളത്തിന് വേണ്ടി അവിടെ പിടിയും വലിയായിരുന്നു. പാർത്തമ്മ വന്ന് കുറച്ചെടുത്ത് കുടിച്ചിട്ട് എന്തോ എനിക്ക് തന്ന്. അല്ലെങ്കിൽ ഇത് പക്ഷെ നല്ല വെള്ളമായിരുന്നു കേട്ടോ, നല്ല മധുരമുള്ള വെള്ളമായിരുന്നു. പക്ഷേ എന്നിട്ടും അവൻ എനിക്ക് തന്ന്. എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എൻ്റെ മോൻ. ഐ ലവ് യു ഡിയർ. അപ്പം അപ്പോൾ തേങ്ങാ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ തേങ്ങ തിരുമാനായിട്ട് തുടങ്ങി. നമുക്ക് തോരൻ വെക്കുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് തേങ്ങ വേണം. അപ്പം ഞങ്ങളിവിടുത്തെ ഈ വാഴയ്ക്ക തോരൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങായും വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടങ്ങ് അരച്ചൊന്നും എടുക്കേണ്ട, ഒരു ചെറിയ രീതിയിലൊന്ന് ചതച്ച് കിട്ടുന്ന രീതിയിലൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അങ്ങനെ ചതച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടീസൊക്കെ ചെയ്യുന്നത് കേട്ടോ.
പിന്നെ നമ്മൾ ചതച്ചെടുത്തതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് വറ അതില്ലാത്ത പരിപാടിയില്ലല്ലോ നമുക്ക് ഒരു കറിക്കും. അപ്പോൾ കടുക് വറുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വാഴയ്ക്ക നമ്മൾ കറ കളയാനും വേണ്ടി നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കണം, എങ്കിലേ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോകത്തുള്ളൂ. അപ്പം അത് വെള്ളത്തിൽ നിന്ന് വാരിയിട്ട് ഈ കടുക് വറുത്തതിനകത്തോട്ട് നമുക്ക് വാരിയിട്ട് കൊടുക്കണം, ഈ നമ്മുടെ വാഴയ്ക്കയെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വെക്കും. ഒരുപാട് വെള്ളമൊന്നും വെക്കരുത്, കാരണം ഇത് കുഴഞ്ഞു പോവും, പിന്നെ അത് ഉടച്ചുകറിയുടെ പരുവത്തിലായി പോവും. തോരൻ മാറിയിട്ട് ഉടച്ചുകറിയുടെ പരുവത്തിലാക്കി എടുക്കരുത്. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം വെക്കുക. പിന്നെ കറിവേപ്പില, പിന്നെ എരിക്ക് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ടമുളക് തീർന്നിട്ടില്ലായിരുന്നു, അപ്പോൾ അത് ഞാൻ 2 അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക. അത് വെന്ത് വെള്ളം പറ്റിക്കഴിയുമ്പോൾ ഇതേപോലെ നല്ല തോരൻ പരുവത്തിൽ കിട്ടും, നല്ല പെരട്ട് പോണക്കിരിക്കും കേട്ടോ. നമുക്കിതുണ്ടെങ്കിൽ ചീനിയോ ചക്കയുടെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു സാധനം മതി ചോറ് കഴിക്കാനായിട്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ പെണ്ണുങ്ങൾക്കുള്ളൊരു പരിപാടിയാണല്ലോ പാത്രം കഴുകും തുണി കഴുകും. എൻ്റെ ബ്ലോഗിനകത്ത് നിങ്ങൾ കാണുന്നതായിരിക്കും ഈ 2 ഐറ്റംസ് അല്ലേ. മലനടയിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ഈ 2 കാര്യങ്ങൾ കാണിക്കാത്തത്. ഇവിടെ പാവുമ്പേ വരുമ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള ജോലി ഇത് തന്നെയാണ്, പാത്രം കഴുകും തുണി കഴുകും അടുക്കളപ്പണി. മലനടയിൽ പോയാലും അതൊക്കെ തന്നെ, എന്നാലും മലനടയിലെ ഞാൻ അങ്ങനെ തുണി കഴുകുന്ന കാണിച്ചിട്ടില്ല അല്ലേ. ഇനിയാട്ടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ പറഞ്ഞിരിക്കാതെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണം, അതാണല്ലോ മെയിൻ പരിപാടി. പാത്രം കഴുകലായാലും തുണി കഴുകലായാലും എല്ലാം കഴുകുന്നത് മാത്രമല്ലല്ലോ പരിപാടി, നമുക്ക് അടുക്കിപ്പറക്കി വെക്കണം, അതാണല്ലോ മെയിൻ പരിപാടി. അങ്ങനെ പിന്നെ എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കടയിൽ വരുന്ന പോകണമായിരുന്നു, ഞാനും അണ്ണനും കൂടെ. നമുക്കൊരു കുഞ്ഞ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ തീർന്നപ്പം അതൊക്കെ ഒന്ന് വീണ്ടും വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോയേക്കാണ്. നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ് ഈ കടയിൽ കേട്ടോ. ഇവിടെ വന്നാണ് എല്ലാ ഐറ്റംസും വാങ്ങിക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്, സൂപ്പർ അടിപൊളി ഒരു ഷോപ്പാണ്. അപ്പം നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ബില്ലടിക്കാനായിട്ട് നിൽക്കുക കേട്ടോ. തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. ഞങ്ങൾ ഉച്ചയായപ്പോഴാണ് പോയതെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ടാങ്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ആ ടാങ്ക് കലക്കിയതാണ്. അപ്പോൾ പാർത്തമ്മൻ കണ്ടപ്പോഴേ കലക്കി എനിക്ക് കൊണ്ട് തന്നു. അതുപോലെ പരസ്യത്തിലൊക്കെ കാണിക്കുന്ന പോലെ കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ കാണിച്ചതാണ് കേട്ടോ. പിന്നെ പപ്പടം വാങ്ങിച്ചായിരുന്നു. നമ്മൾ അവിടുന്ന് ഗ്രോസറിയൊക്കെ മേടിക്കാൻ പോയപ്പോൾ പപ്പടം വാങ്ങിച്ചാൽ അണ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ പപ്പടം ചോറ് കഴിക്കാൻ നേരം ഇപ്പോൾ പപ്പടം പൊള്ളിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ മുളകുണ്ടല്ലോ, കൊണ്ടാട്ടം മുളക്, ആ കൊണ്ടാട്ടം മുളകും നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ തൈര് മുളക് തണ്ടാട്ടം എന്ന് പറയുന്ന പോലെ കൊണ്ടാട്ടം മുളക് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ പിന്നെ അത് വറക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അത് വറക്കുക. ഇപ്പം ഞാൻ എന്തോ പാട്ടും പാടിക്കൊണ്ടാണ് ഈ വറക്കുന്നത്, അതാണ് ഈ പ്രാർത്ഥന ദൂരെ നിന്ന് പിടിക്കുന്നത്. പിന്നെ ഒരാൾ ടാങ്ക് കലക്കിയിട്ട് ചെയ്യുന്ന പരിപാടിയാണേ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ടാങ്ക് ഇനിയിപ്പോൾ ഇത് തീരുന്നതാണ് പടി, വാങ്ങിച്ചുകൊണ്ട് വന്നത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇനിയിപ്പം കുപ്പിയല്ല, ആ കവർ കാലിയാവുന്ന കണ്ടാൽ മതി. അപ്പോൾ ഇപ്പം പറഞ്ഞ് ഞാൻ ടാങ്ക് കലക്കിയിട്ട് മറ്റേ ഐസ് ട്രേ ഉണ്ടല്ലോ അതിനകത്ത് ഒഴിച്ച് വെക്കാമെന്ന്, എന്നിട്ട് ഓരോരോ പീസ് വീതം എടുത്ത് കഴിക്കാമെന്ന്, ഇങ്ങനെ ടാങ്ക് കുടിക്കാൻ തോന്നുമ്പോൾ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കലക്കിയിട്ട് ഐസ് ട്രേക്കകത്ത് ഒഴിച്ച് വെക്കും കേട്ടോ. ആൾ സ്വന്തമായിട്ട് ചെയ്യുക, നമ്മളെ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയതുമില്ല. ഞാൻ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ തന്നെത്താനെ ചെയ്തോളാം, അമ്മ എന്നെ സഹായിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കണ്ട് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് മൊത്തം ഒഴിച്ച് മറിച്ച് അവിടെ മൊത്തം എനിക്ക് ഇരട്ടിപ്പണിയാക്കി വെച്ച് എന്നിട്ടാണ് ആളിൻ്റെ പരിപാടി അവസാനിപ്പിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ പഴയ കോസ്റ്റ്യൂമിലേക്ക് വന്നു കേട്ടോ. അതിനുശേഷം പിന്നെ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഗ്രോസറി ഐറ്റംസൊക്കെ നമുക്കൊന്ന് തട്ടിയിട്ട് വെക്കണമായിരുന്നു. അതിന് വേണ്ടിയും നമ്മൾ വാങ്ങിച്ചില്ല, കുറേശ്ശെ വാങ്ങിച്ചുള്ളൂ. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഷോപ്പിങ്ങാണ് നമ്മൾ നടത്തിയത്. നമ്മുടെ വീട്ടിലില്ലാത്ത കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചത്. പിന്നെ പഞ്ചസാരയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് തട്ടിയിട്ട് വെക്കണം. പിന്നെ എനിക്കാണെങ്കിൽ ഇഷ്ടമാണ് ഈ ഏലക്ക, ഗ്രാമ്പൂ, ആ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിവിടെ വെള്ളം തിളപ്പിക്കാൻ, കുടിക്കാൻ വെള്ളം തിളപ്പിക്കത്തില്ലേ, കുടിവെള്ളം. അപ്പോൾ കുടിവെള്ളം തിളപ്പിക്കാനായിട്ട് ഈ ഗ്രാമ്പൂ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. അതൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് വെള്ളത്തിന് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് ഞാനിങ്ങനെ കുറച്ച് ഗ്രാമ്പൂവും ഏലക്കയൊക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ആവശ്യം വരുമല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേരുള്ള വീടുകളിൽ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ എല്ലാം ആവശ്യം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏലക്ക പ്രത്യേകം വാങ്ങിച്ചത്. ഏലക്ക എന്നും കടയിൽ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ തിരക്കാറുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴെല്ലാം താമസിച്ചാണ് ചെല്ലുന്നത്. അപ്പം വരുന്ന സാധനം സ്റ്റോക്കെല്ലാം അങ്ങ് തീർന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അപ്പം ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ നേരത്തെ പോയി, അതുകൊണ്ട് എന്തായാലും ഏലക്ക ഒന്നും തീർന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഏലക്ക കിട്ടിയിട്ടുണ്ട്. ഇവർ പറഞ്ഞ് വരുമ്പോൾ തന്നെ ഏലക്ക പോവും എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ എല്ലാം തട്ടിയിട്ട് വെച്ച് കവർ നമുക്ക് നമ്മുടെ ഹരിതകർമ്മ ചേച്ചിമാർക്ക് കൊടുക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കാം.
അങ്ങനെ പിന്നെ അടുക്കളയിലെ ആ പരിപാടീസ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ പെരയ്ക്കകമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയപ്പോഴത്തേനും വെയിലൊക്കെ ഒരുവിധം താന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഒരു ഉച്ചയുറക്കമൊക്കെ ഉറങ്ങി ഞങ്ങൾ. പാർത്തമ്മന് ഉണ്ടായിരുന്നു, അവനങ്ങ് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങത്തൊന്നുമില്ല, അവൻ ഫോണിൽ പണിയുമായിരുന്നു. ഞാനും അണ്ണനും കയറി കിടന്നുറങ്ങി. പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങി വെയിലൊക്കെ താന്നപ്പോൾ നമ്മൾ രാവിലെ കഴുകിയിട്ട തുണിയൊക്കെ ഉണങ്ങി കരിഞ്ഞൊരു പരുവമായിട്ടിരിക്കുക. ഉച്ചയ്ക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല, അതുമാതിരി വെയിലായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും മുറ്റമടിയായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നും വൈകിട്ടുണ്ടല്ലോ. നമ്മൾ രാവിലത്തെ കണക്ക് തന്നെ നമ്മൾ ബിസി ആയിരിക്കും വൈകിട്ടല്ലേ എല്ലാ വീട്ടമ്മമാരും. ഇത് കണ്ടോ, ആയുഷും കാർത്തിക്കും കൂടെ അതുവഴി പോകുന്നത്, റോഡിൽ കൂടെ പോകുന്നത് അവൻ ഇന്ന് വീഡിയോ പിടിച്ചതാണേ. പിന്നെ ആണെങ്കിൽ എനിക്ക് വിളക്ക് തേക്കണമായിരുന്നു. ഇതിപ്പോൾ 3 വിളക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ 3 വിളക്ക് കൊണ്ടിട്ട് തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കും കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം കൂടി ഇരിക്കാതെയാണ് വിളക്ക് തേക്കുന്നത്. അപ്പോൾ 3 വിളക്ക് ഒന്നിച്ച് നന്നായിട്ട് അഴുക്കായി കഴിയുമ്പോഴാണ് കത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3 വിളക്ക് ഒന്നിച്ച് തേക്കേണ്ടി വന്നത് കേട്ടോ. അപ്പം പാർത്തമ്മൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത്. അപ്പോൾ അതാണ് ഞാൻ അവനെ നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കൂട്ടുകാരുടെ കാര്യമോ കളിക്കാൻ പോയ കാര്യമോ എന്തൊക്കെയാണ് പറഞ്ഞത് കേട്ടോ, ഓർക്കുന്നില്ല. അങ്ങനെ പിന്നെ വിളക്ക് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിളക്ക് കത്തിയിലായി. നേരെ സന്ധ്യയായി കേട്ടോ. ഒരു 6-6:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരാൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി, കൂട്ടുകാരുടെ കൂടെ തന്നെ പോവുകയാണ്. ശിവപുരാണമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടുകാരെല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാം. അങ്ങനെ പിന്നെ വൈകിട്ടത്തെ തുണിമടക്കലും എൻ്റെ ഡാൻസും ഒക്കെയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. 2-3 വട്ടം പാടിക്കഴിഞ്ഞപ്പോഴാണ് പാട്ട് ശരിയായത് കേട്ടോ. പാർത്തൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുന്നത് അവത്തുങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞില്ല ഇവന് ഈ വീഡിയോ പിടിക്കുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഞാൻ കണ്ടത് കേട്ടോ. അത് കണ്ടുകൊണ്ട് എനിക്ക് ചിരി വന്നു. അങ്ങനെ പിന്നെ വൈകിട്ടത്തെ നമ്മൾ പറക്കിക്കൊണ്ട് വന്ന തുണിയൊക്കെ മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും പാർത്തമ്മനും കൂടെ ചോറ് കഴിക്കാനിരുന്നു. അണ്ണൻ നേരത്തെ കഴിച്ചതുകൊണ്ട് ആ കൊച്ചിന് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു, അത്താഴം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും മോനും കൂടെ കഴിക്കാനായിട്ടിരുന്നു. രാത്രി 9:30 കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നാളത്തേക്കുള്ള കുറച്ച് അരിയൊക്കെ അരച്ച് വെക്കണമായിരുന്നു, രാവിലത്തേക്കുള്ളതേ. അപ്പം വൈകിട്ട് കുറച്ച് താമസിച്ചാണ് ഞാൻ അരി വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി താമസിച്ച് അരയ്ക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ അരപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. നമുക്ക് നാളെ രാവിലെ നമുക്ക് അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി വേണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തോ അവിടെ വടക്കേത്തെ എല്ലാവരുടെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും സുന്ദരിമണി നിന്ന് നോക്കുന്നത്. അങ്ങനെ പിന്നെ എല്ലാ ജോലികളൊക്കെ ഒതുക്കി കേട്ടോ. ഒരുവിധം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അടുക്കളയെ എല്ലാം വൃത്തിയാക്കി ഒതുക്കിയിട്ടിട്ട് പോവുകയാണ്. നാളെ രാവിലെ വീണ്ടും എണീറ്റ് വരാമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടെ. അപ്പോൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം രേഷ്മ.